UDFന്റെ കാര്യത്തിലേ കത്തോലിക്ക സഭയുമായി ഉണ്ടായിരുന്ന ഒരു അകലമുണ്ടല്ലോ. മാണി സാറിന്റെ മകന്റെ പാർട്ടി അപ്പുറത്ത് പോവുകയും അതിന്റെ ഒരു ആനുകൂല്യം LDFന് അങ്ങേ കിട്ടുകയും ചെയ്തല്ലോ. ആ സിനാരിയോ മാറിയോ? അത് മാറിയിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് തെളിയിച്ചല്ലോ, കോട്ടയത്തും ഇടുക്കിയിലും. എന്ന് മാത്രമല്ല, ഇത്തവണ മാണി ഗ്രൂപ്പ് LDFിൽ നിന്ന് വിട്ട് UDFിലേക്ക് വരണം എന്നുള്ള ആളുടെ ആവശ്യമായിരുന്നു. കത്തോലിക്ക സഭയിലെ ചില പ്രധാനപ്പെട്ട ബിഷപ്പ്മാരുടെ, സഭ മൊത്തമല്ല, ചില രൂപതകളുടെ ആവശ്യമായിരുന്നു. അങ്ങനെയാണല്ലോ അവസാന നിമിഷം സമ്മർദ്ദമൊക്കെ നടന്നതും. ഒരു പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് അന്ന് UDFിലേക്ക് മാണി ഗ്രൂപ്പ് വരുമെന്നുള്ളതാണ്. പക്ഷേ അവസാന നിമിഷം റോഷിയുടെ മറ്റൊരു രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ അത് തടസ്സപ്പെട്ടു പോയതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തവണ UDF അധികാരത്തിൽ വരണമെന്നും അതുകൊണ്ട് മാണി ഗ്രൂപ്പ് ഇപ്പുറത്തേക്ക് വരണമെന്നും ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടത് കേരളത്തിലെ മധ്യ കേരളത്തിലെ സിറിയൻ കത്തോലിക്ക സഭകളിലെ കത്തോലിക്ക സഭയിലെ ബിഷപ്പ്മാരാണ്. ചങ്ങനാശ്ശേരി അതിരൂപത തന്നെ, എറണാകുളം അല്ല. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആഗ്രഹമാണ് കോട്ടയം ജില്ലയിലും ഇടുക്കിയിലുമൊക്കെ. ഇതേ സാധനം നിങ്ങൾ വടക്കൻ കേരളത്തിലും കാണാം. വടക്കൻ കേരളത്തിലെ അതിരൂപതകളിലും ഇങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓപ്പറേഷൻ ഇവിടുന്നായിരുന്നു. കത്തോലിക്ക സഭയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ അത് കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ കോട്ടയായിട്ട് കരുതരുത്. ഓരോ രൂപതയ്ക്കും ഒരു സ്വന്തമായ താല്പര്യങ്ങളും സ്വന്തമായ അധികാര കേന്ദ്രവുമുണ്ട്. അവിടുത്തെ MLA-മാരുടെ കാര്യത്തിലാണ് താല്പര്യം, ആ മേഖലകളിലാണ് താല്പര്യം. ഇപ്പോൾ കോട്ടയത്ത് നിന്നും അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്നുമാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ആളുകൾ വരിക. അപ്പോൾ അവിടെയുള്ള സഭയ്ക്ക്, അവിടെയുള്ള ബിഷപ്പിനും അവിടെയുള്ള അതിരൂപതയ്ക്കുമാണ് താല്പര്യം. അതാണ് ഓപ്പറേറ്റ് ചെയ്തതെന്നുള്ളതാണ് കാര്യം. എറണാകുളം ജില്ലയിൽ ഇതല്ല സ്ഥിതി. എറണാകുളത്ത് വേറെ ഇൻട്രസ്റ്റ് ആണ്. എറണാകുളത്ത് കേരള കോൺഗ്രസിൻ്റെ പൊടി പോലും ഇല്ല. അവിടുത്തെ കത്തോലിക്ക സഭയ്ക്ക് സത്യത്തിൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാനം എറണാകുളം അങ്കമാലിയാണ്. പക്ഷേ അവിടെ അവരില്ല. പക്ഷെ അതിനകത്ത് ഓക്കെ, സഭാ നേതൃത്വം താല്പര്യം. അത് പിന്നെ നമ്മൾ കാണുന്ന ഒരു ഫാക്ടറാണല്ലോ കാസ ഫാക്ടർ എന്ന് വെച്ചാൽ വലിയ തോതിലുള്ള ഒരു മുസ്ലിം ഹേറ്റ് പ്രചരിപ്പിക്കാനുള്ള ഭയങ്കര ശ്രമം നടത്തുക. UDF അധികാരത്തിൽ വന്നാൽ PK കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാകും, മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള ഒരു ഭരണകൂടം വരാൻ പോവുകയാണ്, കൂടുതൽ മുസ്ലിം മന്ത്രിമാർ വരാൻ പോകുന്നു എന്ന സംഗതി ഈ ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് പെനട്രേറ്റ് ചെയ്യാൻ ഭയങ്കരമായ ശ്രമം നടത്തിയത്. കാസ എഫക്ട് എന്ന് പറയുന്ന സംഗതി കഴിഞ്ഞോ? കാസ എഫക്ട് കഴിഞ്ഞിട്ടില്ല. കാസ എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിലാണ് ഈ കാസയുടെ തുടക്കം. കാസയ്ക്ക് മുമ്പ് കാസയിലല്ലാത്തവരുണ്ട് കേട്ടോ. അല്ല, അതിന്റെ തുടക്കം അവിടെയാണ്. അവർ പ്രധാനമായും ഫോക്കസ് ചെയ്ത് ഈ പറയുന്ന കുടിയേറ്റ മേഖലയിലെ കത്തോലിക്കരെയാണ്. അതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അവരിപ്പോൾ എല്ലാ വോട്ട് മാറി വേറെ അങ്ങോട്ടും പോയി എന്നുള്ളതല്ല, അതിശക്തമായ രീതിയിലുള്ള കോൺഗ്രസ് വിരോധം, അതിശക്തമായ BJP സ്നേഹം ഇത് വിതയ്ക്കാൻ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ അതുപോലെ ഈ കാസ ഗ്രൂപ്പുകൾക്ക് സോഷ്യൽ മീഡിയ വഴി സാധിച്ചിട്ടുണ്ട്. അതായത് BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ധാരാളം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ പോലും ഈ കാസ എഫക്റ്റ് മറ്റ് മേഖലകളിൽ, ഞാൻ പറയുന്ന കുടിയേറ്റ മേഖല വിട്ട് മറ്റ് മേഖലകളിൽ അതിൻ്റെ വീര്യം കുറഞ്ഞു വരികയാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ വിദ്വേഷം കത്തിക്കുന്ന സമയമാണ്. PC ജോർജ് കെട്ടഴിഞ്ഞുവെന്ന് വിദ്വേഷം പ്രസംഗിച്ച സമയം. തെരഞ്ഞെടുപ്പ് ഫലം മാറിയതോടുകൂടി ഈ പറയുന്ന കുറെ കൂടി അർബൻ കേന്ദ്രീകൃത ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ കാസയെക്കുറിച്ചുള്ള സംശയം, സ്കെപ്റ്റിസിസം വളർന്നു വരികയും അതിന്റെ സ്വാധീനം കുറഞ്ഞു വരികയും ചെയ്യുന്നതാണ് കാണുന്നത്. ഒരു വിഷയം കൂടെ ഇതിനകത്തുണ്ട് വളരെ പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ കയറൂരി വിടപ്പെട്ടപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ഇവിടുത്തെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെയാണ്. നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്ന് ബിഷപ്പ്മാരും പാസ്റ്റർമാരും അടി വാങ്ങിച്ച് അവിടെയാണ് കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഒരു പുനർചിന്തനം ഉണ്ടായത്. അവിടെ നിന്നാണ് കാസയുമായ ഒരു അകലം സഭയിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തിന് അവരെയും സൂക്ഷിക്കേണ്ടതാണ് എന്നൊരു നിലപാട് വരുന്നത്. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മൂവ്മെൻ്റൊക്കെ വളരെ ശക്തമായി കാസയ്ക്കെതിരെ നിൽക്കുന്ന പ്രസ്ഥാനമുണ്ട്. പക്ഷേ നിങ്ങൾ കോട്ടയൊക്കെ വരുമ്പോൾ അങ്ങനല്ല. കാസയും കൊള്ളാം. ഒരു ചാനലുണ്ടല്ലോ ഷെക്കിന എന്ന് പറഞ്ഞിട്ട്, ഷെക്കിന TV എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഒന്നാം തരം വർഗീയതയാണ് അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കത്തോലിക്ക സഭയിൽ ഇതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം ഉണ്ടായി. അതുകൊണ്ടാണ് തദ്ദേശത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പഴയതുപോലെ എക്സാക്ട്ലി. അതുകൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ വലതുപക്ഷത്തിനെതിരെ ഒരു ബദൽ രൂപീകരിക്കുന്നതിൽ, അതിൽ സംഘം ചേരുന്നതിൽ ഒരു കാര്യമുണ്ട് എന്ന് കേരളത്തിലെ സവർണ ക്രിസ്ത്യാനികളും, സവർണല്ലാത്ത ക്രിസ്ത്യാനികൾക്ക് ഈ അസുഖം ഇല്ലായിരുന്നു കേട്ടോ, സവർണ ക്രിസ്ത്യാനികൾക്കാണ് ഈ അസുഖം ഉണ്ടായിരുന്നത്, അവരും ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലമാണ്. അവിടെയാണ് തദ്ദേശത്തിൽ ഒരു മാറ്റം ഉണ്ടായത്. മുസ്ലിങ്ങളും മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളും ഒരുമിച്ച് വോട്ട് ചെയ്തപ്പോഴാണ് തദ്ദേശത്തിൽ അടിപതറിയത്. ആ ഐക്യം ഇപ്പോഴും ഉണ്ട് എന്ന് കരുതാൻ സാധ്യതയുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ വേണമെന്നും UDFന് വോട്ട് ചെയ്യണമെന്നും കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരും ആലോചിച്ചു. അവിടെയാണ് മാറ്റം ഉണ്ടായത്. ശരി, അപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഒരു പരാജയത്തിന്റെ ആവർത്തനം അങ്ങനെയാണ് നമ്മൾ വീണ്ടും കാണാൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ മത്സരിക്കേണ്ടതെന്ന് ജോസ് കെ മാണി തീരുമാനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ജോസ് കെ മാണി അപ്പുറത്ത് പോകാൻ ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല, റോഷി സമ്മതിച്ചില്ല. സോ അദ്ദേഹം
നിരാശനായി പുറത്ത് മത്സരിക്കാതിരിക്കാൻ ആലോചിക്കുന്നതാവും, അങ്ങനെയായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ശരി, അതൊരു ഘടകമാണ്. രണ്ടാമത് നമ്മൾ എപ്പോഴും പറയാനുള്ള സാധനമാണ് ഈ ശബരിമല. ശബരിമല സത്യം പറഞ്ഞാൽ ഇപ്പോൾ സത്യത്തിൽ അന്തരീക്ഷത്തിലില്ല എന്ന് മാത്രമല്ല, എല്ലാവരും പുറത്തിറങ്ങുകയും ചെയ്തു. ഒരു മേജർ ഹെഡ്ലൈനായിട്ടില്ല. എല്ലാ ദിവസവും UDF ആർ ഉന്നയിക്കുന്നില്ല. എല്ലാ ദിവസവും ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇനി സംഭവിക്കണമെങ്കിൽ ചിലപ്പോൾ കോടതി വിളിച്ചിട്ട് എന്താണ് സംഗതിയും ചോദിച്ചിട്ട് ഒരു അനക്കം അതിനകത്ത് ഉണ്ടാവണം. സത്യത്തിൽ ശബരിമല ഏത് സമയത്തും പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ഹിഡൻ ഫോഴ്സായി കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. കുന്നത്തുനാട് NDAയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥി വന്നിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് ബാബു ദിവാകരൻ രാജിവെച്ചിട്ട് അവിടെ സ്ഥാനാർത്ഥിയായി സർപ്രൈസ് സ്ഥാനാർത്ഥി ബാബു ദിവാകരൻ, കോൺഗ്രസിന്റെ ബാബു ദിവാകരൻ NDAയുടെ സ്ഥാനാർത്ഥിയായി 2020യുടെ സ്ഥാനാർത്ഥിയായി കുന്നത്തുനാട് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന. ശരി, എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ, ഇന്ന് രാത്രിയായാലും നാളെ പകൽ സമയങ്ങളാണെങ്കിലും പുതിയ സ്ഥാനാർത്ഥികൾ ആരെന്നുള്ള ചർച്ചകളും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കൊണ്ട് മുഖരിതമാകും. കാരണം ഇനി സമയമില്ല, കളയാൻ സമയമില്ല UDFനെ സംബന്ധിച്ചും UDF ഘടകകക്ഷികളെ സംബന്ധിച്ചും. കാരണം മറ്റുള്ളവർ LDF കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. BJPയും അവരുടെ സ്ഥാനാർത്ഥികളെ നാളെ തന്നെ പ്രഖ്യാപിക്കും.